ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീമന്നാരായണീയം ദശകം 31. മഹാബലി ദർപ്പശമനം. പ്രീത്യാദൈത്യസ്തപതനുമഹ പ്രേക്ഷണാൽ സർവഥാപി ത്വാമാരാധ്യന്നജിതരജയന്നഞ്ജലിം സംജഗാദ മത്തഃ കിം തേ സമഭിരഷിതം വിപ്രസൂനോ വദത്വം വ്യക്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ താമക്ഷീണാം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപ്യസ്യോത്സേകം ശമയിതുമനാദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിതത്വം സർവം ദേഹീതിതു നിഗജിതേ കസ്യാസ്യം നവാസ്യാൽ വിശ്വേഷം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവം ഭൂമിം വൃണു കിമമുനേത്യാലവത്വാം സദൃപ്യൻ യസ്മാദ്ദർപ്പാത്രിപദ പരിപൂർത്യക്ഷമ ക്ഷേമവാദാൻ ബന്ധം ചാസാവഗമതദർഹോപി ഗാഠോപശാന്ത്യൈ പാദത്രയ്യ യതിതമുചിതോ വിഷ്ടപൈർനാവിദുഷ്യേഹ തുഷ്യേദിത്യുക്തേസ്മിൻ വരദവപദേ ധാതുകാമേതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാർത്ഥം മാമാവേയം ഹരിരയമിതി വ്യക്തമേവാവഭാഷേ യാജത്യേവം യജിത ഭഗവാൻ പൂർണ്ണകാമോസ്മിതോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപദൈത്യ വിന്ധ്യാവല്യ നിജദൈതയാ ദത്തവാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമഭിസപ്രാർപ്പയത്തോയപൂർവം നിസ്സന്ദേഹം ദിദികുലവതോ ത്വയ്യശേഷാർപ്പണം തദ്വ്യാതന്വാനേമുജു ഋഷയസ്സാമരാഹ പുഷ്പവരുഷം ദിവ്യം രൂപം തവ തതിദം പശ്യതാം വിശ്വമായാമുച്ചൈരുച്ചൈരവൃതവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം ത്വൽപാദാഗ്രം നിജപദഗതം പുണ്ഡരീകോത്ഭവോസൗ കുണ്ടീതോയൈരസിജതപുനാദ്യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാൽ സുബഹുനമൃതേ ഖേചരൈരുത്സവേസ്മിൻ ഭേരീം വിഘ്നൻ ഭുവനമചരജാംബവാൻ ഭക്തിശാലീ താവദ്ദൈത്യാസ്ത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധാ ദേവോ വേദൈഃ ഭവതനുജരൈഃ സംഗതാമംഗമാവൻ കാലാത്മായം വസതി പുരതോ യദ്വശാൽ പ്രാഗ്ജിതാസ്മ കിം വോ യുദ്ധൈരിതി ബലിഗിരാതേഥ പാതാളമാവോ പാസൈർബദ്ധം പതകപതിനാ ദൈത്യമുച്ചൈരവാദീസ്താർത്തീകം ദിശമമപദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്ഥം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോധിപുണ്യൈ ലോകസ്ഥേസ്തുവിജയീ വാദവത്വം തപസ്കാൽ മത്സായുജ്യം ഭജജ പുനരിത്യന്വഗൃഹാബലിം തം വിപ്രൈഃ സന്താനിതമഹവരപ്പാഹി വാതാലയേശാ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം 31-ാം ദശകം. ഈ ദശകത്തിൽ ഭഗവാൻ അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ദർപ്പത്തിന് ശമനം വരുത്തുകയും പിന്നീട് അനുഗ്രഹം ചൊരിയുന്നതുമായ കാഴ്ചകളാണ് വർണ്ണിച്ചിരിക്കുന്നത്. 30-ാം ദശകത്തിൽ വാമനാവതാരത്തെ വർണ്ണിച്ചിരിക്കുന്നു. കാശ്യപൻ തുടങ്ങിയവരാൽ ഉപനയനം നടത്തപ്പെട്ട് മേഖല, ദണ്ഡം, കൃഷ്ണാജിനം, അക്ഷമാല മുതലായവ കൊണ്ട് അർച്ചിതനായ വാമനൻ അഗ്നിപൂജ ചെയ്ത് അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കുന്ന മഹാബലി ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. നർമ്മദയുടെ വടക്കേ തീരത്തുള്ള ആ അശ്വമേധശാലയുടെ അടുത്തെത്തിയ നിന്തിരുവടിയെ ഭൃഗുക്കൾ എതിരേറ്റ് ആനയിച്ചു. മഹാബലി അത്യധികം ഭക്തിയോടെ അടുത്തു ചെന്ന് തൃപ്പാദം കഴുകി ആ തീർത്ഥം ശിരസിൽ ധരിച്ചു.
പ്രീത്യാ ദൈത്യസ്തവ തനുമഃ പ്രേക്ഷണഃ സർവഥാപി ത്വാമാരാധ്യന്നചിതരജയന്നഞ്ജലിം സഞ്ജഗാത. മത്തക്കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവിനിം വാപി സർവം പ്രദാസ്യേ. മഹാബലി ചക്രവർത്തി ആ ബ്രാഹ്മണ ബാലന്റെ തേജസ് കണ്ട് അത്യധികം സന്തോഷിച്ച് അങ്ങേയറ്റം സന്തോഷിപ്പിക്കണമെന്നുറച്ച് കൈകൂപ്പിക്കൊണ്ട് ആരാഞ്ഞു, അല്ലയോ ബ്രാഹ്മണകുമാര, അങ്ങ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ധനമോ അന്നമോ ഭവനമോ ഭൂമിയോ എന്തായാലും എല്ലാം ഞാൻ നൽകാം. മഹാബലിയുടെ അഹങ്കാരം തുളുമ്പുന്ന വാക്കുകൾ കേട്ടപ്പോൾ കരുണാമയനാണെങ്കിലും അഹങ്കാരം ഒന്നടക്കണമെന്ന് കരുതി നിന്തിരുവടി അസുരവംശത്തെ പ്രശംസിച്ചിട്ട് 3 അടി ഭൂമി ആവശ്യപ്പെട്ടു. മഹാബലിയുടെ അച്ഛനായ വിരോചനനെയും മുത്തശ്ശനായ പ്രഹ്ലാദനെയും മുതുമുത്തച്ഛന്മാരായ ഹിരണ്യകശിപുവെയും ഹിരണ്യാക്ഷനെയും നല്ലപോലെ പ്രശംസിച്ചിട്ടാണ് വാമനൻ തൻ്റെ കാലടിക്ക് 3 അടി ഭൂമി ആവശ്യപ്പെട്ടത്. ലോകങ്ങളുടെ എല്ലാം നാഥനായ എന്നോട് അങ്ങ് എന്താണ് 3 അടി മാത്രം ആവശ്യപ്പെടുന്നത്? എന്തൊരു ബാലിശമാണത്! വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമുമനേത്യാലപത്വം സതൃപ്യൻ. ഞാൻ വിശ്വേശനാണ്, ഞാൻ ലോകനാഥനാണ്, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്. അങ്ങനെയുള്ള എന്നോട് ഈ 3 അടി ഭൂമി മാത്രമാണോ ആവശ്യപ്പെടുന്നത്? കൂടുതൽ ആവശ്യപ്പെടൂ, അങ്ങ് ഭൂമി മുഴുവനും ആവശ്യപ്പെട്ടുകൊള്ളൂ എന്ന് മഹാബലി അഹങ്കാരത്തോടെ ഭഗവാനോട് പറഞ്ഞു. അഹങ്കാരത്തോടെയുള്ള ഈ സംസാരം നിമിത്തം മഹാബലിക്ക് പിന്നീട് 3 അടി തികക്കാനാകാതെ അധിക്ഷേപ വാക്കുകളെയും തികച്ചും അടക്കമുണ്ടാകുവാനായി ബന്ധനത്തെയും അനുഭവിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഭഗവാൻ സർവവും വാങ്ങാൻ ഒരുങ്ങിച്ചെന്നതാണ്. എന്തു വേണമെങ്കിലും ചോദിച്ചു കൊള്ളാൻ മഹാബലി ആവശ്യപ്പെടുകയും ചെയ്തു. എല്ലാം ആവശ്യപ്പെടുന്നത് മര്യാദയല്ലാത്തത് കൊണ്ടും മഹാബലിയുടെ ഗർവം കുറച്ചുകൂടി വർദ്ധിപ്പിക്കേണ്ടത് കൊണ്ടുമാണ് ഭഗവാൻ 3 അടി മണ്ണ് ചോദിച്ചത്. 3 അടി നിലം കൊണ്ട് സന്തോഷിച്ചില്ലെങ്കിൽ ലോകങ്ങളെല്ലാം കിട്ടിയാലും സന്തോഷിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുകയാൽ മഹാബലി നിന്തിരുവടിക്ക് ജലം ദാനം ചെയ്യാൻ ഒരുങ്ങി. അപ്പോൾ ഭഗവാൻ ഉണ്ടാക്കിയ ഉൾപ്രേരണ ഒന്നുകൊണ്ട് തന്നെ അസുര ഗുരുവായ ശുക്രമഹർഷി മഹാബലിയോട്, കൊടുക്കരുത് കൊടുക്കരുത്, മാമാദേയം, ഇത് ഹരിയാണ്, വിഷ്ണുവാണ് എന്ന് ഉറക്കെ തന്നെ പറഞ്ഞു. ആ വിഷ്ണു ഭഗവാനാണ് ഇങ്ങനെ യാചിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഞാൻ പൂർണ്ണ കാമനാണ്, ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്നുറപ്പിച്ചു പറഞ്ഞിട്ട് മഹാബലി ചക്രവർത്തി ശുക്രമഹർഷി ശപിച്ചുവെങ്കിലും തൻ്റെ പത്നിയായ വിന്ധ്യാവലി പാദ്യം നൽകിയ വാമനന് ഉദകപൂർവമായിട്ട് സകലവും സമർപ്പിച്ചു. തനിക്ക് സർവനാശം വരുന്നുവെന്നറിഞ്ഞിട്ടും വാക്കുമാറ്റുവാൻ ഗുരു ഉപദേശിച്ചിട്ടും ഗുരുവിൻ്റെ ശാപമേറ്റിട്ടും സത്യം കൈവെടിയാതെ ലോകം മുഴുവൻ ശത്രുവിന് ദാനം ചെയ്തു എന്നുള്ളത് അത്യത്ഭുതം തന്നെ. അസുര ചക്രവർത്തിയായ മഹാബലി യാതൊരു സംശയവും കൂടാതെ നിന്തിരുവടിക്ക് ആ സർവസ്വദാനം ചെയ്തപ്പോൾ ദേവന്മാരും ഋഷിമാരും പൂമഴ പെയ്തു. നിന്തിരുവടിയുടെ ആ ദിവ്യമായ രൂപം ലോകവാസികൾ നോക്കിക്കൊണ്ടിരിക്കെ ബ്രഹ്മാണ്ടത്തോളം ഉയർന്നുയർന്നു വളർന്നു. ബ്രഹ്മാവ് തൻ്റെ ലോകത്തിലെത്തിയ മഹാവിഷ്ണുവിൻ്റെ തൃക്കാലിൻ്റെ അഗ്രഭാഗത്തെ കിണ്ടിയിലെ വെള്ളം കൊണ്ട് കഴുകിച്ചു. അങ്ങനെ ഭഗവാന്റെ കാൽ കഴുകിച്ച തീർത്ഥജലം പിന്നെ ആകാശഗംഗയായി ഒഴുകി എല്ലാ ലോകങ്ങളെയും പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. ദേവഗന്ധർവാദികൾ സന്തോഷം പൂണ്ട് നൃത്തം ചെയ്തു. മഹാഭക്തനായ ജാമ്പവാൻ ഭഗവാന്റെ ഈ വിജയോത്സവം ലോകമെല്ലാം പെരുമ്പറയടിച്ച് അറിയിച്ചു. വിഷ്ണു വാമനവേഷത്തിൽ മഹാബലിയെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കിയ അസുരന്മാർ തങ്ങളുടെ നാഥനോട് ചോദിക്കാതെ തന്നെ ആയുധങ്ങൾ എടുത്ത് ഭഗവാനെ കൊല്ലാൻ പാഞ്ഞു ചെന്നു. പെട്ടെന്ന് വന്നു ചേർന്ന ഭഗവാന്റെ കിങ്കരന്മാരോട് ഏറ്റുമുട്ടി അവരെല്ലാം തോൽവി അടഞ്ഞു. കാലസ്വരൂപനാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. ആ കാലത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പണ്ട് നാം ജയിച്ചത്. നിങ്ങളുടെ യുദ്ധങ്ങളെ കൊണ്ട് എന്ത് കാര്യം? കാലാത്മായം വസതി പുരതോ യദ്വശാസ്മ കിംബോ യുദ്ധൈ എന്നൊക്കെയുള്ള മഹാബലിയുടെ വാക്കിനാൽ അസുരന്മാരെല്ലാം പാതാളത്തിലേക്ക് പോയി.
പക്ഷിശ്രേഷ്ഠനായ ഗരുഡനാൽ വരുണപാശങ്ങളെ കൊണ്ട് ബന്ധിക്കപ്പെട്ട മഹാബലിയോട് ഭഗവാൻ ഉറക്കെ പറഞ്ഞു, മൂന്നാമത്തെ അടി എനിക്ക് തരിക, നീ ലോകനാഥനാണല്ലോ. പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദീ സാർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി. ഭഗവാനെ, തൃപ്പാദം എൻ്റെ തലയിൽ വെച്ചുകൊണ്ടാലും എന്ന് മഹാബലി ഒരു ഭയവും കൂടാതെ പറഞ്ഞു. അത് കേട്ട് പ്രഹ്ലാദൻ സ്വയം വന്ന് ഭഗവാനെ സ്തുതിച്ചു. പ്രഹ്ലാദ സ്തുതിയിൽ സംപ്രീതനായ ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിക്കുന്നു. നിന്തിരുവടി മഹാബലിയോട് ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ ചെയ്തതെല്ലാം നിന്റെ അഹങ്കാരം നീക്കാൻ വേണ്ടിയാണ്. നിന്റെ പുണ്യങ്ങൾ നിമിത്തം ഇപ്പോൾ നീ സകല സിദ്ധികളും കൈവന്നവനായിരിക്കുന്നു. നിനക്ക് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം ലഭിക്കുമാറാകട്ടെ. പിന്നീട് ഇന്ദ്രസ്ഥാനം ഉണ്ടാകട്ടെ. അതിനുശേഷം എന്നിൽ സായുജ്യം പ്രാപിക്കട്ടെ. ഗർഭോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈർ ലോകസ്ഥേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭവ ഭജപുനരിത്യന്വഗൃണ്ണം ബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശാഹം. മഹാബലിയെ അനുഗ്രഹിച്ച ശേഷം അദ്ദേഹം തുടങ്ങി വെച്ചിരുന്ന യാഗം പൂർത്തിയാക്കുകയും ചെയ്തു. മഹാബലിയുടെ ഗർഭം തീർത്ത് അനുഗ്രഹവർഷം ചൊരിയുകയും ശുക്രാദികളെ കൊണ്ട് തുടങ്ങിവെച്ച യാഗം പൂർത്തിയാക്കുകയും ചെയ്ത ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ നമ്മയും രക്ഷിക്കുമാറാകട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.